എനിക്കിപ്പോൾ പെട്ടെന്ന് ചോദിക്കാൻ വരുന്ന വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. നിത്യയാണെങ്കിലും മകളാണെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തുറന്ന് അതിൽ രണ്ടുപേരും തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ സംസാരിക്കാം. ഒരു വീഡിയോയുടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. രസമുണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ. ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? എനിക്ക് തോന്നുന്നു ആ കൊറോണ സമയത്താണ്. അതുവരെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ഇത് ഉണ്ടായിരുന്നില്ല, പ്രൈവറ്റ് ആയിട്ടായിരുന്നു. അപ്പം ഈ കൊറോണ സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനൊരു 1 million വ്യൂവേഴ്സായി. പിന്നെ അങ്ങനെ അതൊരു കിട്ടിയപ്പോ ഒരു ഹരമായി, പിന്നെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഈ അതായത് നമ്മൾ നേരത്തെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഈ സന്തൂർ മമ്മി ഇമേജ് എന്ന് പറയുന്നത് നേനയ്ക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ളത്. അപ്പൊ അമ്മ എങ്ങനെയാണ് അത് ആസ്വദിക്കുന്നത്? അതായത് നിത്യ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? സത്യമായിട്ടും നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, ആൾക്കാരിങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെയും നമ്മളെ കെയർ ചെയ്യാൻ കുറച്ചും കൂടെ ശ്രമിക്കും. നിത്യയുടെ അമ്മ എന്താ പറയാറ്? അമ്മ അങ്ങനെയാണ്, അമ്മയെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കും. കാരണം അമ്മ നാനിയാണെന്ന് ഇതാക്കാൻ പറ്റില്ലല്ലോ. അതായത് പൊതുവെ അമ്മ പണ്ടിങ്ങനെ നിത്യയുടെ ഓരോ കാര്യത്തിന്, ഹെൽത്ത് ആണെങ്കിലും ബ്യൂട്ടി, ഹെയർ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നോ പണ്ട് മുതലേ? അതെ, അമ്മ ഇപ്പോഴും ഭയങ്കര ശ്രദ്ധ ആ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്നോടും ചേച്ചിയോടും ഇങ്ങനെ പറയും, ഒന്നും ചെയ്യില്ല, എന്നെ കണ്ടുപിടിക്കൂ, നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് അമ്മയാണ് ഓരോന്ന് ചെയ്യിക്കുക. അമ്മ തന്നെ ഓരോ ക്രീമൊക്കെ ഉണ്ടാക്കും. നൈറ്റ് ക്രീം വേറെ, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ, ഹെയർ കെയർ വേറെ, എല്ലാം അമ്മ. നിത്യ അത് തന്നെ നേനയ്ക്കും ചെയ്തു കൊടുക്കോ? ഞാൻ ഒന്നും ചെയ്യില്ല. പല്ല് തേപ്പിക്കാൻ തന്നെ ഞാൻ പെടുന്ന പാടെന്നാണ് എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. കുസൃതിയാണ് അപ്പൊ ആള്. കാണുമ്പോ ഭയങ്കര മടിച്ചിയാണ്. നമ്മൾ പുറകെ നടക്കണം. രാവിലെ എണീറ്റിട്ട് അവള് അതാ ഞാൻ പറഞ്ഞു, എനിക്ക് സമയം ഉണ്ടാവില്ല. എനിക്ക് അവളെ ബ്രഷ് ചെയ്യിപ്പിക്കണം, അവള് ടോയ്ലറ്റിൽ പോയോ നോക്കണം, അവള് കുളിച്ചോ എന്ന് നോക്കണം, ഒക്കെ ഞാൻ പോയി നോക്കണം. ഇല്ലാച്ചെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ കണക്കാണ്. മോൻ എങ്ങനെയാണ്? മോൻ അങ്ങനല്ല. മോനൊരു ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാളാണ്. എപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കാറല്ലേ? പക്ഷെ അവൻ കുഞ്ഞിയാ, പക്ഷെ അവന്റെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വേണം. ഇതിന്റെ ഇടയിൽ ഞാനൊരു വാർത്ത കേട്ടു, അത് എനിക്കറിയില്ല, ഗോസിപ്പാണ്. എന്നാലും മൂന്നാമതൊരു കുട്ടിയായി നിത്യദാസൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കണ്ടിരുന്നോ? ഞാനും കണ്ടിരുന്നു. അത് ഏതായിരുന്നു ആ കുട്ടി? അത് ആ സിനിമയുടെ ഷൂട്ടില് അതിൽ പ്രഗ്നന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ. ഇനി മൂന്നാമത്തെ ഒരു കുട്ടിക്ക് ആഗ്രഹം ഉണ്ടോ? ഇനിയില്ല. ബിക്കോസ് മോനും തമ്മില് 10 years ഡിഫറൻറ്റ് ഉണ്ട്. ആ 10 yearsൽ 5 times എനിക്ക് അബോർഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഈ 5 times അബോർഷൻ ആവാന്ന് പറയുന്നത് ഒക്കെ 3 മാസം 4 മാസം അങ്ങനെ ആയത്. അപ്പം അത്രയും നമ്മൾ ആ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ എല്ലാ അവസ്ഥകളും ഞാൻ താണ്ടിയിട്ടുണ്ട്. അത് ഈ 3 മാസം കറക്റ്റ്, ഈ 3 മാസം 4 മാസം അങ്ങനെ അബോർഷൻ ആവാൻ എന്തെങ്കിലും അങ്ങനെ ഒരു മെഡിക്കൽ റീസൺ ഉണ്ടോ? അറിയില്ല, ഒന്നും അറിയില്ല അതെന്തുകൊണ്ട് അങ്ങനെ. അപ്പൊ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മോനെ പ്രസവിക്കുന്നത് വരെ ടെൻഷൻ ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ ബർത്ത് എല്ലാം മോന്റെ അതിനൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു തരം നമുക്ക് ആ സമയത്ത് വരുന്ന കുറെ പ്രോബ്ലംസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു.